ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് വയനാട് കൽപ്പറ്റയിൽ അടിപൊളി ഫ്ലവർ ഷോ നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്കും അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണണ്ടേ? വാ വീഡിയോയിലോട്ട് പോവാം. അങ്ങനെ നമ്മളിതാ കൽപ്പറ്റ ഫ്ലവർ ഷോയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മൾ അപ്പുറത്തെ ഭാഗത്തോട്ടാണ് എൻട്രി ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ടിക്കറ്റ് എടുത്താലോ? ടിക്കറ്റ് റേറ്റ് വരുന്നത് മുതിർന്നവർക്ക് 70 രൂപയും കുട്ടികൾക്ക് 30 രൂപയാണ്. ഞങ്ങൾ 4 മുതിർന്ന ആൾക്കാർക്കും പിന്നെ ഒരു കുട്ടിക്കുമായിരുന്നു കേട്ടോ ടിക്കറ്റ് എടുത്തത്. അങ്ങനെ ടിക്കറ്റൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പുറത്തെ ഭാഗത്താണ് എൻട്രിയും കാര്യങ്ങളും ഒക്കെ. അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോയാലോ? അങ്ങനെ ഞങ്ങളതാ ടിക്കറ്റും എടുത്ത് റോഡ് സൈഡിൽ കൂടെ പോയി. ഞാൻ പറഞ്ഞല്ലോ ഇപ്പുറത്തെ ഭാഗത്താണ് എൻട്രി എന്ന്. അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പോകുന്ന വഴിക്കൊക്കെ ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ട് അടിപൊളി രസമായിരുന്നു കേട്ടോ. അത് കാണാൻ തന്നെ എന്ത് ഭംഗിയായിട്ടുണ്ടെന്നോ. പിന്നെ ഞാനും എൻ്റെ ഉമ്മയും എൻ്റെ ഇക്കയും പിന്നെ നമ്മുടെ അമ്മയും ഏട്ടൻ്റെ വൈഫും ഏട്ടൻ്റെ മക്കളുമാണ് ഉണ്ടായത്. ഏട്ടൻ വന്നതായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഷോപ്പിൻ്റെ എന്തോ ഒരു ബിസി ആയപ്പോൾ നേരെ നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ട വന്നു. അപ്പം ഞങ്ങളിതാ ഇവിടത്തേക്ക് എൻട്രി ചെയ്യാണ്. ഉള്ളിൽ ഒരുപാട് കാണാനുണ്ട് കേട്ടോ. നിങ്ങൾ ഈ പുറമേ കാണുന്ന സംഭവമൊന്നും അല്ലെങ്കിലും ഉള്ളിൽ അടിപൊളി തന്നെയാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും നല്ലൊരു ഫ്ലവർ ഷോ ഞാൻ കാണുന്നത്. ഞങ്ങളെ തലശ്ശേരി നാട്ടിൽ ഇത്ര അടിപൊളിയായിട്ടുണ്ടോ ചോദിച്ചാൽ ഞാൻ പറയും ഇല്ലാന്ന്. എന്ത് ഭംഗിയായിട്ടാണല്ലേ ഇവർ പൂക്കളൊക്കെ അലങ്കരിച്ചിരിക്കുന്നത്. കാണാൻ തന്നെ എന്ത് രസമാണ്. കയറി ചെല്ലുമ്പോൾ തന്നെ പെട്ടെന്ന് ആകർഷിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള വാട്ടർ ഡാൻസ് ആണ് കേട്ടോ. ചുറ്റും ഫ്ലവേഴ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അത് വല്ലാതെ ആകർഷിപ്പിക്കുന്നുണ്ട് നമ്മളെ. ഫ്ലവർ ഷോയിലെ പരിപാടികളാണ് കേട്ടോ ഞാൻ നിങ്ങളെ കാണിച്ചത്. ഇവിടെ കാണുന്നത് നിങ്ങൾ ഹെലികോപ്റ്ററിൻ്റെ ആണ്. അതായത് ഹെലികോപ്റ്ററിൻ്റെ വിശേഷങ്ങൾ ഇവിടെയുള്ളൊരു ഏട്ടൻ പറഞ്ഞു തരും കേട്ടോ. അത് ഞാൻ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. പെർ ഹെഡ് 5000 രൂപയാണ്. ഇപ്പോൾ അഡ്വാൻസ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ 4500 അങ്ങനെ കിട്ടും. 3-4 ഡേറ്റുകളിലാണ്. അത് 2 ചോയ്സ് ഉണ്ട്. ഒന്ന് കറങ്ങി വരുന്നത്, ഒന്ന് ബാണാസുര വഴി കറങ്ങി വരുന്നത്. 2 അത് പാർട്ടിയുടെ ചോയ്സ്. നിങ്ങളുടെ ചോയ്സിനനുസരിച്ചിട്ട് ഏത് വേണമെങ്കിലും എടുക്കാം. അഡ്വാൻസ് ബുക്കിംഗ് ആണെങ്കിൽ 5000 എന്നുള്ളത് 4500 ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങളത് കേട്ടില്ലേ? ഹെലികോപ്റ്റർ യാത്ര ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യണം കേട്ടോ. നമ്പർ ഞാൻ താഴെ കൊടുക്കാം. അങ്ങനെ മുന്നോട്ടേക്ക് പോകുമ്പോഴും ഫ്ലവർ കൊണ്ടുള്ള ഓരോ അലങ്കാരങ്ങൾ തന്നെയായിരുന്നു. എന്ത് രസമായിട്ടാണ് കേട്ടോ അവർ അലങ്കരിച്ചിരിക്കുന്നത്. അതും വെറൈറ്റി കളേഴ്സ് പൂവുകളൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഹാർട്ട് ഷേപ്പിലുണ്ടായിരുന്നു, പിന്നെ യെസ് അങ്ങനെ ഓരോ ലെറ്റർ ടൈപ്പിലൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് അവർ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. നല്ല സ്റ്റാർ ടൈപ്പ് അങ്ങനെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ആദ്യം എനിക്ക് മനസ്സിലായില്ല. മെമ്മറിയിൽ നിന്ന് എൻ്റെ കണ്ണെടുത്തപ്പോഴാണ് സംഭവം പിടികിട്ടിയത്. ഇതൊരു സ്റ്റാറും ലവ് ടൈപ്പും ഒക്കെ ആയിരുന്നു എന്നുള്ളത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴും ഒക്കെ തന്നെ ഫ്ലവർ തന്നെയായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അതുപോലെ ഒരുപാട് ജനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ ഫ്ലവർ ഷോയിൽ. പിന്നെ ഈ കാണുന്നത് ഫ്ലവറുകൾ സെല്ലിംഗ് അല്ല, സെല്ലുള്ള ഫ്ലവേഴ്സുകളൊക്കെ ലാസ്റ്റിലാണ് കേട്ടോ. അതായത് നമ്മൾ എക്സിറ്റ് അടിക്കുന്ന ആ ഭാഗത്തായിരുന്നു സെല്ല് ചെയ്യുന്ന ഫ്ലവേഴ്സുകളൊക്കെ ഉള്ളത്. എന്തായാലും ഇത് കണ്ടില്ല, ഹാർട്ട് ഷേപ്പും എസ് ടൈപ്പും ഒക്കെ. അപ്പോൾ അടിപൊളി തന്നെയായിരുന്നു അല്ലേ, ഓരോ ക്രിയേറ്റിവിറ്റി അല്ലേ. അപ്പോൾ ഇതെന്തായാലും എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അങ്ങനെ നമ്മൾ അതും കഴിഞ്ഞ് അവിടുന്ന് മുന്നോട്ടേക്ക് പോവുകയാണ്. അങ്ങനെ ഫസ്റ്റ് കാണുന്ന സ്റ്റാളാണ് സീഡ്സിൻ്റെ, അതായത് വിത്തും ചെടികളും ഒക്കെ വിൽക്കുന്ന ഒരു കുഞ്ഞി സ്റ്റാളാണ് കേട്ടോ ഇത്. നിങ്ങൾ മുന്നേ എൻ്റെ ഒരു വ്ളോഗ് കണ്ടിട്ടുണ്ടാവും. ഉമ്മാക്ക് ചെടികൾ ഇഷ്ടമാന്ന് പറഞ്ഞിട്ട് ഇതാ ഉമ്മ ഇവിടുന്ന് നോക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചെടി. പക്ഷെ ഉമ്മ വാങ്ങിയില്ല. ഉമ്മ വാങ്ങിയത് വേറൊന്നാണ്. അത് നിങ്ങൾക്ക് ബയോട്ടുള്ള വ്ളോഗിൽ മനസ്സിലാവും. അപ്പോൾ ഇവിടെ ഇതാ നമ്മുടെ നൊസ്റ്റാൾജി, നിങ്ങൾക്കൊക്കെ അറിയായിരിക്കുമല്ലേ. നമ്മുടെ 50 പൈസയുടെ മിഠായി ഉണ്ട്, ജീരക മിഠായി ഉണ്ട്, ജംസ് ഉണ്ട്, ഇഞ്ചി മിഠായി ഉണ്ട്, എന്തൊക്കെയോ വെറൈറ്റി മിഠായികൾ ഉണ്ടായിരുന്നു. നമ്മുടെ ഇമിലി ഉണ്ടായിരുന്നു. നിങ്ങൾ അതിനെന്താ പറയാമെന്നൊന്നും എനിക്കറിയില്ല. നാരങ്ങ മിഠായി, കടല, പട്ടാണിക്കടല ഒക്കെ ഉണ്ടായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. ആ ഒരു ഷോപ്പിൽ കയറിയപ്പോൾ എനിക്ക് ഭയങ്കര പഴയ കാലത്തിലോട്ട് ഞാൻ പോയി. കാരണം ആ ഒരു സമയത്ത് കിട്ടാവുന്ന മുട്ടായികൾ മൊത്തം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ വരുന്ന കടയാണ് ചിപ്സിൻ്റെ കടയാണ്. ചിപ്സ് അല്ല, ഇത് പപ്പട ഇല്ലേ,
അതുപോലത്തെ ഒരു ടൈപ്പ്. എന്താ സംഭവം എന്നറിയില്ല, അറിയുന്നവരെന്തായാലും കമൻറ്റ് ചെയ്യുക. അന്ന് സാമ്പിൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ, എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായിരുന്നു. അത് അങ്ങനെ തന്നെ ആണോ എന്ന് എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് വരുന്ന ഷോപ്പ് എന്ന് പറയുന്നത് കുട്ടികളുടെ പെൻസിലും ഡ്രോയിങ്സും ഒക്കെ വിൽക്കുന്നതായിരുന്നു. ഞാനിങ്ങനെ ഓരോന്ന് നോക്കുന്നു. കുട്ടികളെയൊക്കെ കൂട്ടി വരുമ്പോൾ എന്താ പറയുക, ഇതൊക്കെ ഒരു രസമാണല്ലേ ഓരോന്ന് കാണുമ്പോൾ. പിന്നെ ഉള്ള ഒന്നാണ് കേട്ടോ ഇത് കുട്ടികൾക്കും നമ്മുടെ വലിയവർക്കും ഉപയോഗിക്കാം. എന്താ പറയുക, ചുമരുകളിലെല്ലാം എന്തെങ്കിലും പെയിൻറ്റിങ് ഒക്കെ ചെയ്യണമെങ്കിൽ, വരക്കാൻ അറിയാത്തവർക്കൊക്കെ ഇത് ഉപകാരപ്പെടുന്ന ഒരു ഡ്രോയിങ് ആണ് ഇത് കേട്ടോ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ സ്കെച്ച് വേറൊരു പെന്നിലേക്ക് നിബിലേക്ക് ഇടും, എന്നിട്ട് ഊതി കൊടുക്കലാണ്. അന്നിപ്പോൾ അവർ അതിൻ്റെ പ്രിൻറ്റിങ്ങും തരും. ഇതിൻ്റെ വില ആ സമയത്ത് എന്നോട് 230 അങ്ങനെ എത്രയായിരുന്നു പറഞ്ഞത്, എനിക്ക് ഓർമ്മയില്ല കറക്റ്റ് കേട്ടോ. പിന്നെ വരുന്നതാണ് ഹലുവ. ഇവിടെ ഹലുവ കോഴിക്കോടൻ ഹലുവ എന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്കൊരു സാമ്പിൾ തന്ന വേറൊരു ടൈപ്പായിരുന്നു, അത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഉമ്മ ചക്കൻ്റെ ഹലുവ വാങ്ങിയിട്ടോ, അതും എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. ചക്ക ഫ്ലേവർ എനിക്ക് ഓവർ ഇഷ്ടമല്ല. ഉമ്മാക്ക് ചക്ക ഫ്ലേവറാണ് കേട്ടോ ഏറ്റവും ഇഷ്ടമായത്. അങ്ങനെ ചക്കൻ്റെ ഹലുവ വാങ്ങിയിട്ടോ. ഉമ്മ 1 കിലോ ആറ്റാ വാങ്ങിയുള്ളൂ, കാരണം ഉമ്മാക്ക് മാത്രമായിട്ട് ഉമ്മ വാങ്ങിയതാ. എനിക്ക് കിട്ടിയ സാമ്പിൾ ഇതാണ് കേട്ടോ, നട്ട്സ് ഒക്കെ വരുന്നത്. പക്ഷെ എനിക്കെന്തോ അത് ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ, അത് കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് വരുമ്പോഴാണ് പനക്കരിപ്പെട്ടി കണ്ടത്. ഇത് എനിക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ അത് ഒഴിവാക്കി. പിന്നെ വരുന്നത് നമ്മളെ വീട്ടിൽ പല്ലികളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ അകറ്റാമെന്നും പറഞ്ഞിട്ടുള്ള ഒരു സ്പ്രേ ആണ്. അതും കഴിഞ്ഞ് നമ്മൾ ഡോക്ടർ കെയർ, നമ്മൾ നോളജ് സിറ്റിയിലൊക്കെ വിൽക്കുന്നുണ്ട് ഇത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇൻഷാല്ല ഇടുന്നുണ്ട്. ഇത് നല്ലൊരു ഐറ്റമാണ് കേട്ടോ. ഈ മസാജിങ്ങിൻ്റെ മെഷീൻ ഞാൻ വാങ്ങിയിട്ടില്ല, ഇൻഷാല്ല വാങ്ങാം. നല്ലൊരു മെഷീനാണ്, അതിൻ്റെ കൂടുതൽ വിവരം ഞാൻ പിന്നെ ഒരു വീഡിയോയിലേക്ക് ഇടാം. ഇത് കഴിഞ്ഞ് വരുന്ന ഒരു കടയാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് നമ്മൾ വെജിറ്റബിൾ ചോപ്പറാണ്. അതായത് ചോപ്പർ, സ്ലൈഡുകൾ അതൊക്കെ വിൽക്കുന്ന ഒരു കടയാണ് കേട്ടോ. അപ്പോൾ ചോപ്പർ എന്തായാലും എൻ്റെ വീട്ടിലുണ്ട്, അതുകൊണ്ട് ഞാനത് വാങ്ങിയില്ല. 2-3 കടകളൊക്കെ ഒഴിവുണ്ടായിരുന്നു. പിന്നെ വരുന്ന കടയാണ് കേട്ടോ ഇത് ചിപ്സിൻ്റെ കടയാണ്. നല്ല എന്തൊക്കെയോ ചിപ്സ് മുറുക്കുകളും തക്കാളി മുറുക്കുകളൊക്കെ ഉണ്ട്. പിന്നെ വരുന്ന ബെഡ്ഷീറ്റ്, പിന്നെ വരുന്നത് വാച്ച് കടയാണ്. അപ്പോൾ ഒരുപാട് വെറൈറ്റി വാച്ചുകൾ ഉണ്ട് കേട്ടോ. പിന്നെ വരുന്ന ഒരു ഐറ്റമാണ് ഈ ചോക്ലേറ്റ് കേട്ടോ. അതും കഴിഞ്ഞ് പിന്നെ വരുന്നത് കുട്ടികളെ ബനിയനും ടീഷർട്ടും ബാഗും ഒക്കെ ആയിട്ട് വരുന്ന എന്തോ ഒരു കടയാണ്. പിന്നെ വരുന്നത് ഒരു ഐസ്ക്രീം കടയാണ്. അവിടെ എല്ലാ ഫ്ലേവറും ഉണ്ടെന്ന് തോന്നുന്നു, ഞാൻ അതൊന്നും നോക്കിയില്ല. പിന്നെ ഇവിടെ എന്തോ ഒരു സംഭവം ഫാൻസി നമ്പറിലൊക്കെ BSNL അങ്ങനത്തെ എന്തോ സംഭവമാണ്. പിന്നെ വരുന്നത് ഹീറ്ററാണ്, വീഗാർഡിൻ്റെ ഹീറ്ററില്ലേ, അതൊക്കെയാണ് വരുന്നത്. പിന്നെ വരുന്ന ഇത് മക്കളെ ഒന്ന് ആകർഷിപ്പിക്കും കേട്ടോ. നല്ല ബബ്ലിയാണ്. ഇതിനെത്ര 150 അങ്ങനെ എന്തോ ആണ് റേറ്റ് പറഞ്ഞത്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ, ഞാൻ ഇപ്പോൾ 2 ദിവസമായില്ലേ. പിന്നെ വരുന്നതാണ് തൈകളും ചെടികളും ഒക്കെ വെക്കുന്നത്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. പിന്നെ വരുന്ന ഫാഷൻ ഫ്രൂട്ടിൻ്റെ എസൻസും കാര്യങ്ങളും മാർത്താസിൻ്റെ ഐറ്റംസുകളാണ് കേട്ടോ. നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്, എനിക്ക് വരെ ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം അതും കഴിഞ്ഞ് പിന്നെ വന്നതാണ് ഗോൾഡൻ ഫിഷുകളും കാര്യങ്ങളും അലങ്കാര മത്സ്യങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കട കേട്ടോ. കണ്ടപ്പോൾ ക്യൂട്ടായി തോന്നി, പക്ഷെ വീട്ടിൽ വാങ്ങിയാൽ ശരിയാവില്ല, അമ്മ അതിനെ വെച്ചേക്കൂല, അതുകൊണ്ട് ഞാൻ അതിനെ വാങ്ങിയില്ല. ഞാൻ വേറൊരു വീഡിയോയിലോട്ട് പോയി. ഇതാണ് നമ്മുടെ നൊസ്റ്റാൾജി. പണ്ട് മൈലാഞ്ചി ഒന്നും ഇടാനറിയില്ല, ഇതുപോലത്തെ ഒരു ഫെസ്റ്റിവലൊക്കെ വരുമ്പോൾ നമ്മൾ അവിടെ പോയിട്ട് അച്ചടിപ്പിക്കാറാണ് പതിവ്. അത് തന്നെ ഇവിടെ ഞാനത് കണ്ടു. അത് കഴിഞ്ഞ് അമ്നൂനെയും ഇക്കാകനെയും കാണാതായപ്പോഴാണ് ഞാൻ തിരിച്ചു വന്ന് നോക്കുമ്പോൾ ഇവിടെ പുല്ലുമുട്ടായിക്ക് കാത്തിരിക്കാം. അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഇതൊരു വ്ളോഗ് എടുത്തുകൂടാം. അങ്ങനെ ഇതും ഞാനൊരു വ്ളോഗ് എടുത്തു പകർത്തി. അതും കഴിഞ്ഞ് തൊട്ടിപ്പുറത്ത് വരുന്നത് ഒരു പോപ്കോണിൻ്റെ ഷോപ്പാണ്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ടും പോയില്ല, അങ്ങോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. പിന്നെ എന്തോ ജേഴ്സി വിൽക്കുന്നുണ്ടായിരുന്നു, അതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. ഇപ്പുറത്ത് എന്തോ ശാന്തി പെയിൻ പാലിയറ്റിൻ്റെ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞ് പിന്നെയും മുന്നോട്ടേക്ക് പോകുമ്പോഴാണ് ഫ്ലവർ കാണുന്നത്. വീണ്ടും ഫ്ലവറിൽ എന്താ പറയുക, അതും വെറൈറ്റിയാണ് കേട്ടോ. കണ്ടത് തന്നെയല്ല ഈ കാണുന്നത്, വെറൈറ്റി ടൈപ്പുകൾ പൂവുകളാണ്, എന്ത് രസമാണ് കാണാൻ. പിന്നെ പോകുന്ന വഴിക്കുള്ള ഒരു സംഭവമാണ് കേട്ടോ ഇത്. വെള്ളം ഇങ്ങനെ ഒഴുകുന്ന, പാറമെന്ന് ഇങ്ങനെ ഒഴുകുന്നത്, ഒരു ചെറിയൊരു അരുവി പോലെ ആയിട്ട് എന്ത് രസമല്ലേ കാണാൻ. ചുറ്റും പൂക്കളും. പോയത് ഫ്രൈഡേ ആയിരുന്നു, അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അന്ന് നല്ല തിരക്കായിരുന്നു. പിന്നെ പോകുന്ന ഭാഗത്തൊക്കെ ഈ ഐസ്ക്രീം കട ഇങ്ങനെ കാണാം കേട്ടോ. പോകുന്നിടത്ത് അത് കുറേ നടന്ന് കാണാനുള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെ വെച്ചത്.
പോകുന്ന വഴിക്കാണ് ഇങ്ങനെ ഒരു കാഴ്ച കണ്ടത് കേട്ടോ. വെള്ളം ഇങ്ങനെ മുകളിലോട്ട് പോകുന്ന ആ ഒരു കാഴ്ച നല്ല രസമില്ല, ചുറ്റും പൂക്കളായിട്ട്. അത് വേറൊരു സീനല്ലേ. ആ പാലത്തിൻ്റെ മുകളിൽ കൂടെ നമുക്ക് അപ്പുറത്തെ ഭാഗത്തേക്ക് ഇറങ്ങണം കേട്ടോ. അതായത് റൈഡും കാര്യങ്ങളും ഒക്കെ വരുന്നത് ആ ഭാഗത്തായിട്ടാണ്. അപ്പോൾ ആ പോകുന്ന വഴിക്കും ഇങ്ങനെ ചുറ്റും കറങ്ങി പോകണം. അപ്പോൾ ആ പോകുന്ന വഴിക്കും ഉണ്ട് ഈ ഫ്ലവറും കാര്യങ്ങളും ഒക്കെ. ഈ ഫ്ലവർ ഷോ എന്ന് പേരിട്ടത് തന്നെ ഫ്ലവർ കാണാനാണല്ലോ അല്ലേ. പിന്നെ എനിക്കിഷ്ടപ്പെട്ട ഒരു കാഴ്ചയായിരുന്നു ഇത്. നമ്മൾ ഭാര്യമാരും മക്കളെയൊക്കെ ഫോട്ടോ എടുക്കുക. ഇവിടെ സ്വന്തം മകൻ അമ്മൻ്റെ ഫോട്ടോ എടുക്കാനിട്ട് ആ പൂക്കളുടെ ഇടയിൽ കണ്ടപ്പോൾ എന്തോ ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെ നമ്മൾ മുന്നോട്ടേക്ക് പോവുകയാണ് കേട്ടോ. നടന്ന് എങ്ങനെയെങ്കിലും ഒന്ന് റൈഡ് എത്തിയാൽ മതിയായിരുന്നു എന്ന് വിചാരിക്കുമ്പോൾ പോകുന്ന വഴിക്കൊക്കെ ഇത് തന്നെ ഐസ്ക്രീമും പോപ്കോണും. അവിടെ ചുറ്റും നോക്കുമ്പോഴാണ് ഒരു ഫാമിലി അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കുന്നത് കണ്ടത്. അതായത് ഒരു ബൈക്കിൻ്റെ മുകളിൽ നിന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞങ്ങൾ മലയാളികൾ പിന്നെ എവിടെ കണ്ടാലും ഫോട്ടോ എടുക്കലാണല്ലോ. അതുപോലെ ഞാനും പോയി അവിടെ നിന്നൊരു ഫോട്ടോ എടുത്തു. അപ്പോൾ എനിക്ക് ചിരിയൊക്കെ വരുന്നുണ്ടായിരുന്നു. കാരണം കുട്ടികളെക്കാളും കഷ്ടമാണല്ലോ ഞാനില്ലേ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഇവിടെ ടീ കട എന്നും പറഞ്ഞിട്ട് കടകൾ കണ്ട്. ഇവിടെ മുളക് ബജിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിലൊരു സെൽഫി വീഡിയോ പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാവരും നിങ്ങളോട് ഹായ് ഒക്കെ പറഞ്ഞു കേട്ടോ. അതിൻ്റെ ഇടയിൽ എനിക്ക് എന്താ അറിയില്ല, ഞാൻ ആദ്യമായിട്ടായിരിക്കും സെൽഫി വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനിക്കെന്തോ പെട്ടെന്നൊരു ചിരിയൊക്കെ വരികയായിരുന്നു. സാരമില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കോൺഫ്ലവർ പൊരിച്ചതും മുളക് ബജി പൊരിച്ചതും ഓരോ പ്ലേറ്റായിട്ട് വാങ്ങി. പിന്നെ ഉമ്മക്കും അമ്മായിക്കൊക്കെ ചായയും വാങ്ങി. അപ്പോൾ പോണ വഴിക്കതാ ബർഗർ, പാനിപ്പൂരി, പിന്നെ കരിമ്പ് ജ്യൂസ് അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ വിൽക്കുന്നുണ്ട്. ചായക്കടിയൊക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല തിരക്കുമായിരുന്നു. ഞാനൊന്ന് വ്ളോഗൊക്കെ എടുത്ത് വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ കോൺഫ്ലവർ പൊരിച്ചതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മുളക് ബജി വേണമെന്ന്. അപ്പോൾ ഇവിടെയുള്ള വേറെ ആർക്കും വേണ്ടെന്ന്. അപ്പോൾ എനിക്ക് വേണമെന്നായപ്പോൾ ഞാനും വാങ്ങി കഴിച്ചു. അങ്ങനെ അമ്മായി ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് അമ്മായി എടുത്തു. അതിൻ്റെ ഭാഗത്തുനിന്ന് ബാക്കി അവിടെ നിന്നൊക്കെ കൈയൊക്കെ വന്ന് അങ്ങനെ അതും എടുത്തു. ലാസ്റ്റ് എനിക്ക് കിട്ടിയതായിരുന്നു ഇത്. എന്ത് ചെയ്യാനല്ല, എൻ്റെ പൂതിക്ക് വാങ്ങിയതാ. നോക്കുമ്പോൾ അമ്നുവിനും അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടപ്പോൾ അമ്നുവിന് വേറെ തന്നെ വാങ്ങിക്കൊടുത്തിട്ടോ മുളക് ബജി ഒന്നിന് വരുന്നത് 20 രൂപ അങ്ങാനാണ്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നടന്ന് പോകുമ്പോഴാണ് ഈ മരത്തിലൊക്കെ ഇങ്ങനെ തൂക്കിയിട്ട ലൈറ്റുകൾ. എന്ത് രസമല്ലേ കാണാൻ. പിന്നെ പോരാത്തതിന് തിരക്കും. പിന്നെ ഈ പോകുന്ന വഴിക്ക് ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ല നിങ്ങൾക്ക് മുന്നേ ഉള്ള വീഡിയോയിൽ ഇങ്ങനെ വെള്ളം ചാടുന്നത് ഇതാണ് കേട്ടോ. എന്ത് രസമല്ലേ കാണാൻ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിതാ നമ്മളിതാ പിന്നെ മുന്നോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇങ്ങോട്ട് വരുന്നവരുണ്ടെങ്കിൽ ഈ പാലം കീഴുമ്പോൾ ശ്രദ്ധിച്ചോണ്ട് കേട്ടോ. എൻ്റെ കാലടിച്ചു പോയി നല്ലോണം. ഞാൻ നടന്നപ്പോൾ നോക്കിയിട്ടായിരുന്നു നടന്നത്. പക്ഷെ എന്താ അറിയില്ല, എൻ്റെ കാലൊന്ന് ചെറുതായിട്ട് സ്ലിപ്പായിട്ട് മരത്തിനോട് ഇടിച്ചു പോയി. അപ്പോൾ അതിൽ ലാസ്റ്റ് വീഡിയോ ഒന്ന് ഷേക്ക് ആവുന്നുണ്ടായിരുന്നു. ഇതാണ് ഞാൻ കാണിച്ചു തന്ന ആ വെള്ളച്ചാട്ടം. എന്ത് രസമല്ലേ കാണാൻ. ചുറ്റും ലൈറ്റും പോരാത്തതിന് ഫ്ലവേഴ്സ്, മുകളിലെ മരത്തുമ്മലും മൊത്തവും ലൈറ്റും. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ വേറെ തന്നെ ഒരു രസമാണ്. ഇപ്പുറത്തെ ഭാഗത്തുനിന്ന് വേറെ, ഇപ്പുറത്തെ ഭാഗത്തുനിന്ന് വേറെ, രണ്ട് ഭാഗത്തുനിന്നും വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഞാൻ പറഞ്ഞത് പോകുമ്പോൾ ശ്രദ്ധിക്കണം എന്ന്. കണ്ടോ, ഇത് എന്തോ കാല് സ്ലിപ്പാവുന്ന പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാ എല്ലാവരും നടന്ന് വരികയാണ്. പിന്നെ നടക്കാൻ മടിയുള്ളവരൊന്നും വരണ്ട കേട്ടോ. ഒരുപാട് നടന്ന് കാണാനാണ്. ഫ്ലവർ ഷോ എന്ന് പറയുന്നത് തന്നെ ഫ്ലവറിനെ കൊണ്ടുള്ള സംഭവങ്ങളാണല്ലോ. അതുകൊണ്ട് തന്നെ ഇവിടെ കാണാൻ ഫുൾ അത് തന്നെ ആയിരുന്നു. ഒരുപാട് പൂക്കളെ കൊണ്ടുള്ള എന്താ പറയുക സംഭവങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ കാണാനുള്ളത്. അങ്ങനെ അവസാനം നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തി. എന്ത് രസമല്ലേ ആ ആകാശത്തൊട്ടിൽ ഇങ്ങനെ കറങ്ങുന്ന കാണാൻ. ചുറ്റും ലൈറ്റൊക്കെ ആയിട്ട്. ഇവിടെ മരത്തുമ്മലായാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്തിട്ട് ഓരോ റൈഡിലും നല്ലൊരു രസമാണ് ദൂരെ നിന്ന് കാണുമ്പോഴൊക്കെ. പിന്നെ കുട്ടികളെ ഹൗസ് ബോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതിന് 60 രൂപയാണ്. പിന്നെ കുട്ടികളുടെ ട്രെയിൻ ഇതെല്ലായിടത്തും ഉണ്ടാവുമല്ലോ. പിന്നെ കണ്ട കാഴ്ചയാണ് ഈ ആകാശത്തൊട്ടിലും ആകാശത്തോണിയും. ആകാശത്തോണിയിൽ ഞാൻ കൊന്നാലും കയറൂല. ആകാശത്തൊട്ടിൽ പിന്നെ പറയുകയും വേണ്ട, ഞാൻ തീരെ കയറൂല. എനിക്കത് ഭയങ്കര പേടിയാണ് അത് രണ്ടും. പിന്നെ അരിയത്തായിട്ട് സ്റ്റാളുകളൊക്കെ ഉണ്ട് കേട്ടോ. ഐസ്ക്രീമിൻ്റെതും പിന്നെ പൊട്ടാറ്റോ ഫ്രൈൻ്റെതും ഒക്കെ ആയിട്ടുള്ള സ്റ്റാളുകളൊക്കെ ഉണ്ട്.
കണ്ടില്ലേ നിങ്ങൾ, ഇവിടുത്തെ തിരക്ക് ഭയങ്കര ജനങ്ങളായിരുന്നു. ഇതിനൊക്കെ ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്കെന്നെ ഹാർട്ട് അറ്റാക്ക് വരും കേട്ടോ. കാരണം എനിക്ക് അത്രക്കും പേടിയുള്ളൊരു സംഭവമാണ്. പിന്നെ പാലക്കാടൻ പായസമേള, പൊട്ടറ്റോ സിംഗർ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ളൊരു കുഞ്ഞു കുഞ്ഞു സ്റ്റാളുകൾ ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്കും വലിയവർക്കും പറ്റിയ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ധൈര്യം സംഭരിച്ചു ഞാൻ അങ്ങനെ ഒരു റൈഡിൽ കയറാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ അമ്നുവിനെ ആ റൈഡിൽ കയറ്റാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഓനെ ഒരു സൈഡിൽ ഞാൻ സെറ്റിൽ ചെയ്യണം. അപ്പോൾ ഓനിക്ക് പറ്റിയ എന്തെങ്കിലും കളിക്കാനുണ്ടോ എന്ന് നമുക്ക് ചുറ്റും പോയി നോക്കിയിട്ട് വരാം. അങ്ങനെ അമ്നുവിനെ കുതിരയിൽ കയറ്റിയാലോ എന്ന് വിചാരിക്കുമ്പോൾ അതിലെന്തായാലും പറ്റില്ല. കാരണം വേഗം ടൈം കഴിയുമല്ലോ. എനിക്ക് കുറച്ചൊരു 5 മിനിറ്റ് 10 മിനിറ്റെങ്കിലും വേണം. അപ്പോൾ അമ്നു ഇവിടെ കിടന്ന് കുറച്ച് ചാടി കളിക്കട്ടെ, നമുക്ക് നമ്മുടെ റൈഡിലേക്ക് പോയാലോ. അതിന് മുന്നേ ഞാൻ ചുറ്റും ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഉള്ളത് ഈ റൈഡിലോട്ട് ഒരാൾക്ക് 80 രൂപയാണ് കേട്ടോ. അപ്പം ഞാനും ഖദീജയാണ് പോകുന്നത്. റൈഡ് ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രേക്ക് ഡാൻസിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇതിൽ കയറാത്തവരായ ആരും ഉണ്ടാവില്ല അല്ലേ, കുറച്ച് ധൈര്യമൊക്കെ വേണം. എന്നാലും ഇത് അടിപൊളി റൈഡാണ്. ഖദീജ ആദ്യമൊക്കെ ഭയങ്കര ധൈര്യമൊക്കെ കാണിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് ധൈര്യമുണ്ട്, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ സംഭവം എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അങ്ങനെ റൈഡ് സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഖദീജയുടെ മുഖത്തികൾ ശ്രദ്ധിച്ചോളി, അതാണ് കോമഡി ആയിട്ടുള്ളത് ഈ വീഡിയോയിൽ. അങ്ങനെ നമ്മുടെ റൈഡൊക്കെ കഴിഞ്ഞ് കേട്ടോ. ഖദീജ ആകെ പേടിച്ച് വിറച്ച് കുത്തിയിരിക്കുകയാണ്. പക്ഷെ ഓളത് പുറത്ത് കാണിക്കുന്നില്ല എന്നാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഇറങ്ങി ഞങ്ങൾ നെക്സ്റ്റ് റൈഡിലോട്ട് പോയി. ഈ റൈഡിന് എന്താ പറയാന്ന് എനിക്ക് പേര് ഓർമ്മയില്ല. എന്തായാലും സാറില്ല, അടുത്ത അയാനൻ്റെ കോമഡിയാണ്. അതാണ് കോമഡി. വീഡിയോ എടുക്കാന്ന് പറയുമ്പോൾ ഓളൊന്ന് ചിരിക്കും കേട്ടോ. പിന്നെ അതാ ഓള് പേടിച്ച് കരയും, പിന്നെയും ചിരിക്കും, പിന്നെയും കരയും. ഇതാണ് ഓളൊരു മുഖഭാവം. അത് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അമ്നു സംഭവം കൂളായിട്ടിരിക്കുന്നുണ്ട്. അമ്നു നിങ്ങളോട് ഹായ് ഒക്കെ പറയുന്നുണ്ട്. പിന്നെ ഞാനും അമ്മായിയും പുറകിലുണ്ട്. ഞങ്ങൾ 3 ആളുമാണ് കൂള്. പക്ഷേ എന്താ പറയുക, അയാന ഫുള്ള് പേടിച്ചിരിക്കുകയായിരുന്നു. വീഡിയോ എടുക്കുമ്പോൾ ഓളൊന്ന് ചിരിക്കും, പിന്നെയും കരയും. അതായിരുന്നു ഓളൊരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അന്ന് നിങ്ങളോട് എല്ലാവരോടും ഹായ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കമൻറ്റിൽ നിങ്ങൾ തിരിച്ച് ഹായ് പറയണേ. അങ്ങനെ ആ റൈഡ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ല, അടിപൊളി റൈഡ് തന്നെ ആയിരുന്നു.
ഞാൻ വീഡിയോ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞില്ലേ ചെടികളൊക്കെ സെല്ല് ചെയ്യുന്ന സ്ഥലം എൻഡിങ്ങിലാണെന്ന്. ആ സ്ഥലമാണ് കേട്ടോ നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഇവിടെ ഭയങ്കര തിരക്കാണ്, എല്ലാവരും ചെടികളൊക്കെ വാങ്ങുന്നുമുണ്ട്. എന്താ പറയുക, കാണാനും നല്ല രസമുള്ള ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വേണ്ടവരെന്തായാലും ഒന്ന് വന്ന് നോക്കണം കേട്ടോ ഇവിടെ. പിന്നെ കണ്ടില്ലേ ചുറ്റും മരത്തിലൊക്കെ ലൈറ്റൊക്കെ ആയിട്ട് അടിപൊളിയാണ് അല്ലേ. പിന്നെയും ഇതാ ഐസ്ക്രീം കട, പോകുന്നിടത്ത് മൊത്തം ഈ ഐസ്ക്രീം കടയാണ്. അമ്മു കാണണ്ട, ഇപ്പം തന്നെ 2 ഐസ്ക്രീം ഓന് കഴിച്ചിട്ടുണ്ട്. ഇപ്പം ഭയങ്കര തണുപ്പും കാര്യങ്ങളും അല്ലേ വയനാട്ടിൽ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്താക്കി, അമ്മുവിന് അങ്ങനെ വാങ്ങിക്കൊടുക്കണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ ഞങ്ങൾ 2 ഐസ്ക്രീം ഓനിക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി വേണ്ടാന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. പിന്നെ ഇതാ നിങ്ങൾ കണ്ടില്ലേ ബലൂണ്, എയറോപ്ലെയിൻ്റെ ബലൂണ്, സാദാ ബലൂണ്, പിന്നെ കാർട്ടൂൺ ടൈപ്പ് ബലൂണ് ഒക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളുമായിട്ട് വരുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, കുട്ടികൾ അമിതമായി വാശി പിടിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇതാ സ്റ്റേജ് പ്രോഗ്രാം അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓരോ ദിവസവും ഓരോ സെലിബ്രിറ്റിയും എന്താ പറയുക നല്ല നല്ല അടിപൊളി സിംഗേഴ്സ്മാരുമാണ് വന്ന് പാടുന്നത്. പാട്ടൊക്കെ അടിപൊളി തന്നെയാണ്. പിന്നെ കോപ്പിറൈറ്റ് വരുന്ന ഒരു പ്രശ്നം കൊണ്ടാണ് ഞാനിവിടെ അത് ആഡ് ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ സൗണ്ട് മ്യൂട്ട് ഇട്ടതാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് എന്തായാലും ഫ്ലവർ ഷോയിൽ വരിക. നിങ്ങൾ കണ്ടില്ല ഇവിടുത്തെ തിരക്ക്, അപ്പോൾ തന്നെ നിങ്ങൾക്ക് ചിന്തിച്ചാൽ മതി ഫ്ലവർ ഷോ എത്ര അടിപൊളിയാണ് എന്നുള്ളത്. എൻ്റെ ഉള്ളിൽ കയറിയിട്ട് ടൈം പോയതൊന്നും അറിഞ്ഞില്ല. അങ്ങനെ ഞങ്ങളിതാ ഇവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ നേരെ പോയത് കൽപ്പറ്റ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ചട്ടിയും ചോറും എന്ന ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു, കാരണം ഒരുപാട് നേരമായില്ലേ ഫ്ലവർ ഷോയിൽ തന്നെ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു, ഫുഡൊക്കെ വന്നു. എല്ലാവർക്കും അമ്മയാണ് കേട്ടോ വിളമ്പി കൊടുക്കുന്നത്. മാഷാ അല്ലാ. അപ്പോൾ ഇതാ നമ്മുടെ പെരി പെരി അൽഫാം വന്നിട്ടുണ്ട്. അപ്പോൾ വിശന്നിരിക്കണം. അപ്പോൾ നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് കാണാവേ. ഇതിപ്പോൾ ഇതിലൂടെ പോയ കോഴിവണ്ടി മറിഞ്ഞു വീണതാണ് കേട്ടോ, അല്ലാതെ ഓൻ കഴിച്ചതല്ല ഗൈസ്. ചുമ്മാ ഓനൊന്ന് ട്രോൾ ചെയ്താണ് കേട്ടോ ഗൈസ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ ഓക്കെ, ടാറ്റാ.